നുസ്രത്ത് ജഹാൻ, ഇത് പറയുന്നത് ജില്ലാ കളക്ടർ കൂടി അതിൻ്റെ അധികാര പരിധിയിലേക്ക് ഒരു ജില്ലാ കളക്ടർ കൂടി വരുമ്പോൾ അത് വിശ്വാസ സമൂഹത്തിലേക്കുള്ള ഇടപെടൽ എന്നാണ് അനൂപ് പറയുന്നത്. അതെങ്ങനെയാണ് ഒരു പ്രത്യേകിച്ചും ഇത്രയും സ്വത്തുക്കളുള്ള ഒരു വഖഫ് ബോർഡിൻ്റെ അല്ലെങ്കിൽ ഇത്രയും നല്ല സ്വത്തുക്കൾ ഉള്ള ഒരു ബോർഡിൻ്റെ തർക്ക വിഷയങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അധികാര പരിധിയിലേക്ക് ഒരു ജില്ലാ കളക്ടറെ കൂടി ഉൾപ്പെടുത്തിയാൽ അത് വിശ്വാസ സമൂഹത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റമായിട്ടൊക്കെ വ്യാഖ്യാനിക്കാൻ കഴിയുമോ നുസ്രത്ത് ജഹാൻ? ഒരിക്കലുമില്ല. കാരണം അവർ അതിക്രമിച്ച് കയറണം. ഇപ്പൊ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരു എത്തിങ്ങാന വഖഫിന്റെ കേസിൽ പെട്ട് കിടക്കുന്ന എനിക്കറിയാം. പേര് ഞാൻ ഇവിടെ പറയാനില്ല. അപ്പൊ അതെങ്ങനെയാണ് ഇവര് ചെയ്യണ കാര്യങ്ങൾ? എന്നും വഖഫ് ബോർഡിൽ കേരളത്തിനെ സംബന്ധിച്ചാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ ആധിപത്യത്തില് ഇപ്പൊ ഇവര് കോൺഗ്രസും എല്ലാം ഒന്നിച്ചാണല്ലോ. ഇന്ത്യ സഖ്യത്തിന്റെ എല്ലാരും തന്നെയാണ് എക്കാലത്തും വഖഫ് ബോർഡിലുണ്ടാവും. അപ്പൊ ഒരാൾ വഖഫ് ചെയ്ത സ്ഥലത്ത് എത്തിങ്ങാന നടക്കുന്നത് അതിപ്പോ കൈയേറാൻ വേണ്ടി അതിന്ന് പോയ ഒരു മെമ്പറെ കൂട്ടിയിട്ട് വഖഫ് ബോർഡിലെ മെമ്പേഴ്സ് ഇവർക്ക് വേണ്ടി കേസ് കൊടുക്കുക. അപ്പൊ ഞാൻ ഈ പൈസ കൊടുത്ത് വാങ്ങിയ ഭൂമി ഞാനൊരു സ്ഥാപനം നടത്തുമ്പോ വഖഫ് ബോർഡ് വന്നിട്ട് പറയാ ഇത് വഖഫ് ചെയ്ത ഭൂമിയാണ്. മുസ്ലിം മുസ്ലിങ്ങൾ തന്നെ നടത്തുന്നതാണിത്, അല്ലാതെ ഹിന്ദുക്കളല്ല. അവിടെ തന്നെ ഇവര് കളിക്കുമ്പോ എങ്ങനെ ഹിന്ദുവിന്റെ പ്രോപ്പർട്ടിയില് ഇപ്പൊ എവിടെ പോയി? ഇവിടുന്ന് അനേകായിരം ആൾക്കാർ പലായനം ചെയ്ത് പാകിസ്ഥാനിലേക്ക് പോയിട്ടില്ലേ വിഭജനത്തില്? അവരുടെ ഭൂമി എവിടെ? POKയിൽ കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇന്ത്യയിൽ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരുണ്ട്. എല്ലാവർക്കും ഇന്ത്യയിലേക്ക് വരണം. അപ്പൊ അവരെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കാത്ത എന്തുകൊണ്ടാ? നമുക്ക് സാധിക്കില്ല. അവരെ ഭൂമി എവിടെ പോയി? അതൊക്കെ വലിയ ലാഹോറിലും ഒക്കെ ഉള്ള ആൾക്കാർ, ഏറ്റവും വലിയ പണക്കാരൻ നവാബ്സും പിന്നെ ഹിന്ദുക്കളിലുള്ള ബ്രാഹ്മൺസും ഏറ്റവും വലിയ സമ്പന്നരായിരുന്ന ഹൈദരാബാദിൽ നിന്നും പഞ്ചാബ് അതിർത്തിയിൽ നിന്നും ഒക്കെ വന്ന് പാകിസ്ഥാനിലേക്ക് പോയ ഒരു ഭൂമി എവിടെ പോയി? ഈ സ്ഥലങ്ങളിലാണല്ലോ ഏറ്റവും അധികം പ്രോപ്പർട്ടീസ് കിടക്കുന്നത്. അപ്പൊ എന്താണ് അന്വേഷിച്ചാൽ എന്തിനാണ് കള്ളന്മാർക്ക് പേടി? ഞാൻ എന്റെ അച്ഛൻ കട്ടിട്ടില്ലേ പത്തായത്തിൽ പോലും ഇല്ല എന്ന് പറയണ പോലെയുള്ള ഒരു വിഷയമാണിത് ആക്ച്വലി. കാരണം ഇത്രയും സ്വത്തുക്കൾ, അതുകൊണ്ടാണ് ഏറ്റവും അധികം. അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അന്നത്തെ കാലത്ത് ഇപ്പൊ ഇത്രയും വഖഫ് ചെയ്യാണ്? ഒരാൾ വഖഫ് ചെയ്താൽ 1 ഏക്കറും ഭൂമി 2 ഏക്കറും ഭൂമിയൊക്കെ കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയെ നമ്മൾക്ക് ഈ നാട്ടിലൊക്കെ ഇപ്പൊ കാണുമ്പോൾ ഉള്ളു മുസ്ലിങ്ങൾക്ക്. അല്ലെങ്കിൽ പിന്നെ നവാബ്സിന്റെ സ്ഥലം, നവാബ്സ് ഒക്കെ മരിച്ച് അവരൊക്കെ ഇല്ലാതായി. സ്വാതന്ത്ര്യ സമരത്തിൽ അടയാളപ്പെടുത്ത പോലും ഇല്ലാതൊക്കെ തവായിഫുകൾ പോലും മുസ്ലിം പെണ്ണുങ്ങൾക്ക് തീർച്ചയായിട്ടും വഖഫ് ബോർഡിലും എല്ലാത്തിനും അധികാരം കൊടുക്കണം. അവിടെ ഉണ്ടായിരുന്ന സംഗീതത്തിന്റെ ഒരാൾക്കാരുണ്ടായിരുന്നു, ഏറ്റവും വലിയ പണക്കാരായിരുന്നു അന്നത്തെ. അവരെ പ്രോപ്പർട്ടി എവിടെ? അവരെ ബിൽഡിങ്സ് എവിടെ? അതൊക്കെ വഖഫില്ല. ആരും വഖഫ് കൊടുത്തില്ല. അവരൊക്കെ പച്ചക്ക് കത്തിക്കുക ചെയ്ത ബ്രിട്ടീഷുകാര്. അപ്പൊ ഈ സ്ത്രീകളുടെ നവാബ്സിന്റെ ബ്രാഹ്മൺസ് POKയിൽ പോയവര്, കാശ്മീരിലേക്ക് പോയവര് എല്ലാം ഓടിച്ച ആൾക്കാരുടെ സ്വത്തുക്കൾ അവിടെ. അതൊക്കെയാണ് വഖഫിന്റെ കയ്യിലിരിക്കുന്നത്. ആര് വന്ന് എന്ത് പറഞ്ഞാലും സത്യത്തിന് കാലത്ത് നമുക്ക് മൂടി വെക്കാൻ പറ്റില്ല. ഭയങ്കര കയ്പ് രസമാണ് സത്യത്തിന് എന്നാണ് ഖുർആനിൽ വരെ പറഞ്ഞത്. സത്യം അത്രയും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പാർലമെന്റിൽ ഇവർക്ക് പൊള്ളിയത്. ഒരു സ്ത്രീ വരുന്ന വെച്ചാൽ ആ സ്ത്രീകൾ വരുമ്പോ എപ്പോ പക്കതാണോ പണിയെടുക്കും. അതുപോലെ തന്നെയല്ല ശരിയത്ത് നിയമം. നമ്മളൊക്കെ പറയുന്നത് ശരിയത്ത് നിയമത്തിന്റെ മേലെ സർക്കാരിനൊരു ഉത്തരവാദിത്വം, ഒരു ലിമിറ്റേഷൻ വേണോ? അല്ലെ ഒരു അധികാരം. നുസ്രത്ത് ജഹാൻ, ഇതേപോലെ സമാനമായ അവസ്ഥയായിരുന്നല്ലോ ഈ മുത്തലാഖ് ബില്ല് അവതരിപ്പിച്ചപ്പോഴും. അപ്പോഴും പറഞ്ഞത് അത് മുസ്ലിം വിരുദ്ധമായ ഭേദഗതിയാണ് എന്നാണ് പറഞ്ഞത്. മുത്തലാഖ് ബില്ലിൽ ഇത് തന്നെ പറഞ്ഞു. മുത്തലാഖ് ബില്ലിൽ അവർ പറയും, ശരീഅത്ത് നിയമത്തിൽ അവർ പറയും, വഖഫ് നിയമത്തിൽ അവർ പറയും, മൈനോറിറ്റിന്റെ പ്രശ്നത്തിൽ അവർ പറയും. കാരണം സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാൻ പാടില്ല. ഈ വഖഫിൽ കിടക്കുന്ന നോർത്ത് ഇന്ത്യയിലുള്ള എത്രയോ ഭൂമികൾ വലിയ വലിയ സ്ത്രീകളുടെയായിരുന്നു. വലിയ വലിയ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്ന ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സ്ത്രീകളുടെയായിരുന്നു. അവര് പിടിച്ചടക്കി. രേഖകൾ പരിശോധിക്കാൻ അതെല്ലാം അവർ കത്തിച്ചു കളഞ്ഞു. 65 വർഷത്തിന് ശേഷം കോൺഗ്രസ് ഭരിച്ച ഒരു രാജ്യത്ത് നമുക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഉള്ളത് വെച്ച് കഴിഞ്ഞ 10 വർഷത്തില് എത്ര ഭൂമികൾ സർക്കാർ ഏറ്റെടുത്ത് ശരിയാക്കുന്ന ആൾക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തെന്ന് അറിയോ? രേഖകളുണ്ട്. ഇന്ന് പിന്നെ വഖഫ് ബോർഡിൽ ഉണ്ടായിരുന്ന മെമ്പറെടുത്ത് ചോദിച്ചു എത്ര. അപ്പൊ ഏക്കർ കണക്കിന് സ്ഥലം ഇതിന്റെയൊക്കെ റെക്കോർഡ് ഒരു റൂം അറിയിരിക്കുന്നുണ്ട്. വഖഫ് ബോർഡ് മെമ്പേഴ്സ് ഇവരുടെയൊക്കെ പണി ഈ 10 കൊല്ലത്തിൽ ശേഖരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ചോദിക്കട്ടെ, പിന്നെ എന്തിനാ ഒരു സർക്കാർ ഇവിടെ? ഇപ്പൊ ഇവിടെ കേരളത്തിൽ ഇവർക്ക് വേണ്ടൊക്കെ ഇപ്പൊ
പിന്നെ എന്താണ് ഭക്ഷണം കൊണ്ടുപോകുന്ന പിന്നെ സന്നദ്ധ സംഘടനകളെ പോലും മാറ്റി നിർത്തി സർക്കാരിനെ കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞ് പിന്നെ ലാൻഡ് സ്ലൈഡ് സ്ഥലത്ത് ഉരുൾപൊട്ടൽ സ്ഥലത്തേക്ക് നമ്മളെ കേരള സർക്കാർ സമ്മതിച്ചോ? ഒരു പാർട്ടി ഒരു സന്നദ്ധ സംഘടനയുടെ 3 ദിവസം കഴിഞ്ഞപ്പോ സർക്കാരിന് അധികാരം. അപ്പൊ കേന്ദ്ര സർക്കാർ എന്താ അവിടെ നോക്കുകുത്തിയാണോ? കേന്ദ്ര സർക്കാരിന് അധികാരമില്ലേ? എല്ലാത്തിലും ശരീഅത്ത് നിയമത്തിലും വഖഫ് നിയമത്തിലും ദേവസ്വം ബോർഡിലും എല്ലാത്തിനും അധികാരമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇതൊരു രാജ്യം അവർക്ക് ഇസ്ലാമിക രാജ്യത്താണ്, ഇത് ശരീഅത്ത് രാജ്യമല്ലല്ലോ. അല്ല, അവരുടെ രാജ്യത്ത് പോലും ഇത്തരത്തിലുള്ള അധികാരങ്ങളൊന്നും പ്രത്യേക ബോർഡിന് നൽകുന്നില്ല. അപ്പൊ പറയണ വിവരം അറിയുള്ളൂ, അപ്പൊ ഒരു കാര്യം തീരും. ഇസ്ലാമിക രാജ്യത്ത് പോയി ഒരു പോട്ടെ, അതില്ല. അപ്പൊ ഇസ്ലാമിക രാജ്യത്തിന്റെ റൂള് പോലും അല്ലാത്ത ഒരു സാധനം ഇവർക്ക് മാത്രമായിട്ടുള്ള ഒരു ശരി അത് തന്നെയാണ്.